ഹായ് ഗൈസ്, നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചു വീണ് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ല ഭാര്യയാകാനുള്ള പരിശീലനം നൽകുക. അൾട്ടിമേറ്റായി ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് എന്നാണ് സമൂഹം വിശ്വസിക്കുന്നത്. എന്നാൽ അതങ്ങനെയല്ല. 2023 ഒക്ടോബറിലായിരുന്നു കൊല്ലം ജില്ലയിലെ ഒരു 9 വയസ്സുകാരി സ്കൂളിനു പുറമെ ട്യൂഷൻ ക്ലാസ്സിലും പോയിരുന്നു. ആദ്യമൊക്കെ വളരെ സന്തോഷത്തിൽ അവിടെ പോയിരുന്ന അവളുടെ പെരുമാറ്റത്തിന് പിന്നീട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ആസ് യൂഷ്വൽ അവളുടെ അമ്മ അതത്ര കാര്യമാക്കിയിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ അവളുടെ അസ്വാഭാവികമായ പെരുമാറ്റം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് തന്റെ മകളെ അടുത്തിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവൾ ഒന്നും പറയാൻ തയ്യാറായില്ല. സംശയം തോന്നിയ അമ്മ ആ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് തന്റെ ട്യൂഷൻ അധ്യാപകൻ തന്നെ മോശമായി സ്പർശിക്കുന്നുണ്ടെന്നും ഇതൊരു രഹസ്യമാണെന്നും മറ്റാരോടും ഇത് പറയരുതെന്നും കുട്ടി പറയുന്നത്. ശേഷം അധ്യാപകനെതിരെ പോക്സോ കേസും മറ്റ് നിയമ നടപടികളും എടുത്തു. ഇതൊരു സംഭവം മാത്രം, ഒരുപാട് സംഭവങ്ങളിൽ ഒന്നു മാത്രം. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നോട് അധ്യാപകൻ മോശമായി പെരുമാറിയ കാര്യം കുട്ടി എന്തുകൊണ്ടായിരിക്കാം അമ്മയോട് പറയാതിരുന്നത്? ഭയവും അപമാനവും കൊണ്ടായിരിക്കാം കുട്ടി ഈ കാര്യം അമ്മയോട് പറയാതിരുന്നത്. പക്ഷേ കുട്ടി ഇത് അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ, നീ ഇങ്ങനെയെല്ലാം പറയാവോ, അത് നിന്റെ അധ്യാപകനല്ലേ എന്ന് ഒരു വൻ ഭൂരിപക്ഷം മാതാപിതാക്കളും പറയുന്നത് പോലെ അവരും പറഞ്ഞു പരിഹസിക്കുമോ എന്ന് കുട്ടി ചിന്തിച്ചിരിക്കാം. ഇവിടെയാണ് ഒരു രക്ഷിതാവ് തന്റെ കടമകളിൽ പരാജയപ്പെടുന്നത്. ലിസണിങ്, ഒരാളെ കേൾക്കുക എന്നത് ഒരു രക്ഷിതാവിന് ഏറ്റവും കൂടുതൽ വേണ്ട പ്രത്യേകതയാണ്. എനിക്ക് എൻ്റെ അമ്മയോട് അഥവാ അച്ഛനോട് എന്തും പറയാമെന്ന ചിന്ത കുട്ടിയിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് ഓരോ പാരന്റിന്റെയും ഉത്തരവാദിത്വമാണ്. എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും നാം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ജീവന്റെ മാനസിക വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ഉത്തരവാദിത്വം ഏൽക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രൈവറ്റ് പാർട്ടുകൾ ഏതൊക്കെയാണെന്നും ഗുഡ് ടച്ചും ബാഡ് ടച്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു വീടിന്റെ അടിത്തറ ശരിയല്ലെങ്കിൽ അതിന്മേൽ കെട്ടിപ്പണിയുന്ന കെട്ടിടം എത്ര ബലമുള്ളതാണെങ്കിലും കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നിങ്ങളുടെ സ്വന്തം നീർമാതളം. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നീർമാതളം.